തല ചുറ്റും, ചിലപ്പോൾ വൊമിറ്റിങ് വരാൻ സാധ്യതയുണ്ട്. അറിയില്ല, ഓരോരുത്തരും കണ്ണൊക്കെ കൂട്ടി ആർക്കിട് ഗൈസ്. ഓ ഇത് മറ്റേ KSRTC സ്റ്റാർട്ടിങ് കേട്ടോ, നല്ല പച്ചപ്പാടൊക്കെ ഉണ്ട്. ആ ഇനി ഇവിടുന്ന് സ്പീഡാണ്. ഹലോ ഗൈസ്, ടിക്കി ഡോഗ്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ ശരിക്കുള്ള പഞ്ചാബിലാണ്. നമ്മളെ കേരളത്തിൽ നിന്ന് പഞ്ചാബിലേക്ക് വരുന്ന വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം ഒരു പ്രാവശ്യം ഞാൻ അത് ഷൂട്ട് ചെയ്താൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി ജുനൈദ് വാ, ഇന്നത്തെ പരിപാടി ആറാ. ഞങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ രണ്ടാളെ പേരും ജുനൈദ്, നമ്മൾ പറഞ്ഞല്ലോ മുന്നേ പറഞ്ഞ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ, നമ്മൾ പഞ്ചാബിലെ വണ്ടർല ഇതുവരെ ഞാൻ പോയിട്ടില്ല, നിങ്ങളൊരു പക്ഷെ പോയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും പഞ്ചാബിലെ വണ്ടർല എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാസിക്ക് ഓൾറെഡി പോയിക്കണോ? ഞാൻ പോയിട്ടില്ലല്ലേ. ഈ ചങ്ങായി ഇവിടെ ഏകദേശം ഒരു 3 വർഷമായിട്ടോ ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് കണ്ടിട്ടില്ല എന്ന് മനസ്സിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോട്ടെ. നമ്മളെ സ്കൂൾ ബസ്സിലാണ് പോകുന്നത്, വെറൈറ്റി ആയിട്ട്. അപ്പോൾ എന്തായാലും അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണാം. ഒന്ന് ജസ്റ്റ് എല്ലാവരും ഒന്ന് വാമപ്പായി കുമ്മിലിരിക്കുന്നത് പാടില്ല. അപ്പോൾ ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിങ്ങനെ. ഇതെല്ലാം നമുക്ക് അവിടെ നിന്ന് ഒരു വെള്ളത്തിൽ ചാടാനുള്ളതല്ല. ഇനി ഇവിടുത്തെ ആളുകൾക്ക് നീന്തൊന്നും അറിയില്ല എന്നാണ് പറഞ്ഞത്. എന്താ അവസ്ഥ അറിയില്ല, പോയി നോക്കട്ടെ. നമ്മളെന്തായാലും അതിന്റെ കണ്ണട കേട്ടോ, അതിന്റെ കണ്ണട. ഓക്കെ ഓക്കെ ഓക്കെ, അടിപൊളി. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ബസ്സിൽ പോവാം. അപ്പോൾ നമ്മൾ ബസ്സിലേക്ക് കയറാൻ പോകുമ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുള്ളൂ. അപ്പോൾ തന്നെ ഇവിടെ ഒരു ലങ്കർ കണ്ടുട്ടോ. ഇതുവരെ ഇവിടെ ലങ്കർ പ്രിപ്പയർ ആക്കണതാണ്ടില്ലേ, അടിപൊളി. ഇത് ചപ്പാത്തിക്കുള്ള കുഴച്ച് വെച്ചാട്ടോ, ചപ്പാത്തിക്ക് വേണ്ടി. ഇവിടെ തന്നെ അവർ ചപ്പാത്തിക്ക് ചൂടിനെ. ആ ഞാൻ ഓക്കെ, ഇത് കണ്ടില്ലേ, വലിയൊരു ചട്ടകം. ഓക്കെ ഓക്കെ, കണ്ടിന്യൂ. സംഭവം എന്താ വെച്ചാൽ, എൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ലങ്കർ എന്താണെന്നല്ലേ ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടെ അധികം പഞ്ചാബിലധികം സിഖ് ലോകമല്ല. എന്ന് വെച്ചാൽ സിഖ് മതക്കാരാണ് ഇവിടെ കൂടുതൽ. അപ്പോൾ ഇവിടുത്തെ ആളുകളൊക്കെ ലങ്കർ കൊടുക്കും, ഫ്രീ ഫുഡ്, അവരുടെ സേവയാണ്. എന്ന് വെച്ചാൽ മതത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കണം. പിന്നെ കൂടുതൽ ഇൻഫർമേഷന് വേണ്ടി ഒഫീഷ്യൽ റാസിക് മീഡിയ നിങ്ങൾ ബന്ധപ്പെടുകയല്ലേ. ഓക്കെ ഓക്കെ, ഇവിടുത്തെ ഒരുപാട് കാലത്ത് എക്സ്പീരിയൻസ് ഉണ്ട്. ഇവിടെ അടുത്ത കാലത്ത് അങ്ങ് UK പോകുന്നതാണ് പറയണത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പോട്ടെ. നമ്മൾ പോണേ സ്കൂൾ ബസ്സിലാണ്, അതാണ് കോമഡി. ഇവിടുന്ന് ക്ലാരിറ്റി ഉണ്ടാവില്ല. ഓക്കെ, ഒരു സസ്പെൻസും ഇല്ല, സ്കൂൾ ബസ്സിൽ തന്നെയാണ് ഞങ്ങൾ പോണേ. അപ്പോൾ ഓക്കെ, അവിടെ ഇന്നലെ കാണട്ടെ. കുറച്ച് ആളുകളും കൂടി ഉണ്ട് ഇവിടുത്തെ നമ്മളെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഓല നമ്മളെല്ലാവരും ഒരുമിച്ചൊരു ഗ്രൂപ്പ് യാത്ര. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഹവേലി പോയില്ല, അതേപോലെ തന്നെ കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഇവിടുന്ന് ഇങ്ങനെ ചെറുപ്പുറ വ്ളോഗ് ചെയ്താണ്ട് വേസ്റ്റ് ചെയ്യണില്ല. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാം. പിന്നെ ഇതൊക്കെ എടുത്ത പോകണം വച്ചാന്. ഓക്കെ, അപ്പോൾ എന്തായാലും നേരെ പോവാം. നമുക്ക് സുക്കിനൊന്ന് പരിചയപ്പെട്ടു. സുക്ക്, ഹായ് സുക്ക്, ഹൗ ആർ യു ഗൈസ്? ഇത് നമ്മളെ മുത്താട്ടോ. ഇവിടെ നിങ്ങൾ വന്നു 30 രൂപക്ക് തല അടക്കി വേണേ വെട്ടി തരും. ഇത് സംഭവമാണ്, ആളുടെ ഭയങ്കര വെട്ടാണ്. ഇത് കണ്ടില്ലേ, ഒരു ടൂറിന് പോകുമ്പോ ഇങ്ങനെ ആൾറെഡി ഇതൊക്കെ ഒന്ന് ചെയ്തിട്ട് വന്നൂടെ. ഓക്കെ, അപ്പൊ ഞങ്ങൾ എന്തായാലും പോട്ടെ. ഈ ചങ്ങായൊന്നും ഇതൊക്കെ സെറ്റ് ആയിട്ട് വരുമല്ലോ. ഓക്കെ, അപ്പൊ ഞങ്ങൾ അവിടുത്തെ ഒന്ന് പോയോട്ടെ. പിന്നെ കുറച്ച് ആളുകളൊക്കെ പരിചയപ്പെടാം, നേരെ അവിടെ എത്താം. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, കാണാം. അപ്പോൾ ഗൈസ് ഇതാണ്ടോ ബസ്, സെൻറ്റ് ഫ്രാൻസിസ് സ്കൂൾ തെരന്താരൻ, അഥവാ ഇവിടുത്തെ ഒരു സ്കൂളിലത്തെ ബസ് തന്നെയാണ്. അപ്പോൾ ആരൊക്കെയാണ് ഈ ടൂറിനുള്ളതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ തെരന്താരൻ സിറ്റിയിലാണ്, എന്ന് വെച്ചാൽ ബൈപ്പാസ്. ഇത് കണ്ടില്ല, ഇതാണ് ഈ അങ്ങാടി. പിന്നെ നമ്മൾ പോകുന്ന ബസ് സ്കൂൾ ബസ്സാട്ടോ. അതാണ് ഈ ഒരു ട്രിപ്പിൻ്റെ പ്രത്യേകത. കാരണം നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു ട്രിപ്പാണ്. അപ്പോൾ എന്തായാലും ഇവരുടെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ചിൽ ഔട്ട് ചെയ്യാം. ഞാൻ ആളുകളൊക്കെ പരിചയപ്പെടുത്തി കേട്ടോ, നമ്മുടെ സ്വന്തം ബ്രോ. ഓക്കെ, ഞാൻ പറ്റോ ഓക്കെ. ഓ, ഇത് നമ്മളെ ഷെഫീഖ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് വീഡിയോസ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ കുദൂസ്, ഹൗ ആർ യു? പിന്നെ നമ്മളെ ഉണ്ടോ ഇത് ആക്കണം, അങ്ങനെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ഇവിടുന്ന് മാക്സിമം പെട്ടെന്ന് അവിടെ എത്താൻ നോക്കാം. കാരണം ഇപ്പോൾ ഓൾറെഡി നമ്മൾ ലേറ്റാണ്. കാരണം ഒരു 10 മണിക്കറ്റ എങ്ങാനും അവിടെ ഓപ്പൺ ആവും. പിന്നെ സ്കൂൾ ബസ്സിൽ ചിൽ ഔട്ട് ചെയ്ത് എല്ലാം അടിച്ച് പൊളിച്ച് പോവാം. സെറ്റ് ആക്കിട്ടെ, ഇവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ചലേ ആപ്കാ നാം ക്യാ?
ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും കാണാം. വണ്ടർലയിലെ കിട്ടില്ല കാഴ്ചകളായിട്ട് നമുക്ക് കാണാം. ഓ അപ്പനാ കേക്കാ. അയ്യോ ഇവിടെ ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി കൂടി ഉണ്ട് കേട്ടോ. എൻ്റെ ബർത്ത്ഡേ ശരിക്കും പറഞ്ഞാൽ ഇവന്റെ ബർത്ത്ഡേ അല്ലേ, തിങ്കളാഴ്ചയാണ് ഈ വരുന്ന അപ്കമിങ് സൺഡേ മൺഡേ ആണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് തന്നെ കേക്ക് മുറിക്കായിരുന്നു. ഓക്കെ കാണാം. आपका नंबर बताओ. अमृत. ओके അപ്പൊ നമുക്ക് നേരം കണ്ടല്ല അടിച്ചു പോയിക്കാം. Happy birthday to you. ഫോളോ ഇത് ഓക്കെ കളയാം. വെച്ചെടുക്കാൻ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് അങ്ങനെ വെച്ചത് കമോൺ. ഓ ഹാപ്പി. അങ്ങനെ ഫൈനലി നമ്മളിതാ ജലന്ധർ വണ്ടർലാൻഡിൽ എത്തിയിരിക്കാം കേട്ടോ. ഇതുണ്ടല്ലോ ഇവിടെ തന്നെ എഴുതിയാണ് വണ്ടർലാൻഡ്. നമ്മുടെ നാട്ടിലൊക്കെ വണ്ടർലാന്നല്ലേ, പക്ഷെ ഇവിടെ പേരെന്താ വെച്ചാൽ വണ്ടർലാൻഡാണ് കേട്ടോ. അത് മാറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ബൾക്കായിട്ട് എല്ലാവർക്കും കൂടി ടിക്കറ്റ് എടുത്തുക്കണം, ഗ്രൂപ്പായിട്ടല്ല പോണ്. അപ്പോൾ ഇവിടെ മച്ചാ കൊടുക്കരുത് ഏതാ ഈ കുമ്മനങ്ങോട്ട് മാറും. ഓക്കെ ഇവിടെ വരെ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ ചുവപ്പ് കളറിലെ ടീഷർട്ട് ഇട്ട ആളുകൾ ഇത് ചെക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് വിടും. ഓക്കെ ഉള്ളിൽ പോയിട്ട് കാണാം ഇവിടുത്തെ വണ്ടർല എങ്ങനെ ഉണ്ടെന്നുള്ളത് മാത്രമാണ് ഈ എപ്പിസോഡിൽ കാണിക്കണുള്ളൂ. ജസ്റ്റ് നോക്കാം അത്രേ ഉള്ളൂ കേട്ടോ. എന്തായാലും നമുക്ക് എൻ്റർ ആവാം. ഓക്കെ ഇവിടെ നല്ല ചെക്കിങ് ഉണ്ട് കേട്ടോ. ക്യാമറ പിടിക്കുവാറില്ല. എന്തായാലും നമുക്ക് നേരെ മുന്നോട്ട് പോകാം. ഇവിടെ കടന്നു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ ഇവിടുത്തെ വ്യൂ. എന്തുകൊണ്ടും അടിപൊളിയാണ്. നല്ല കിടിലം പോലത്തെ ലൊക്കേഷൻ ഉണ്ടോ. നല്ല റീഫ്രഷ്മെൻറ്റ് കിട്ടുന്നുണ്ട്. എന്തുകൊണ്ട് അടിപൊളിയാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ സാറ്റർഡേ ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പായിട്ട് വരുന്നുണ്ട്. ഞാൻ കണ്ടാണ് പുറത്ത്. നമ്മൾ സ്കൂൾ ബസ്സിലാണ് വന്നത്, അത് മറക്കരുത്. ഓക്കെ ലൊക്കേഷൻ എന്തായാലും കിട്ടില്ല. എന്തായാലും നമുക്ക് ഓരോ റൈഡ് അങ്ങനെ ചെയ്യാം, എന്നിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ ഓ എൻ്റെ കൂടെ കുദ്ദൂസ് ബ്രോ ഉണ്ട്. ഞങ്ങൾ എന്തായാലും ഓക്കെ. അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ ഏകദേശം ഉള്ളിലേക്ക് കടന്നുണ്ട്. ശരിക്കും ഇതൊരു എന്ന് വെച്ചാൽ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ്. പിന്നെ വണ്ടർല ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് പോകണേ. അതെന്തായാലും പഞ്ചാബിലെ ജലന്ധറിലെ വണ്ടർല തന്നെ പോകാൻ പറ്റി. നോക്കാം എന്തൊക്കെയാണ്. അവിടെ ചെറിയൊരു വാട്ടർഫാൾ ഉണ്ട്, അടിപൊളി സൂപ്പം. ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ ഫാൻ വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വെതറിൽ എന്തുകൊണ്ട് അടിപൊളിയാണ്. നമുക്ക് എന്തായാലും ഇവിടെ ചില്ലൗട്ട് ചെയ്യാൻ പറ്റിയ നല്ല കിടിലം വെതറാണ്. പിന്നെ ഒരു കാര്യം, ഇങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾറെഡി നമുക്ക് ടിക്കറ്റ് എടുക്കാം. പിന്നെ ടിക്കറ്റ് മാത്രം ഉണ്ടായാൽ മതി. പിന്നെ ഓരോ റൈഡിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ടിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇവിടെയൊക്കെ കുട്ടികൾക്കുള്ള പാർക്കാനുള്ള മൂഞ്ച ഗൈസ്. ഇതിന് ആകെ ത്രില്ലിംഗ് ഉള്ള ഈ ഒരു സാധനമാണ്. അത് കണ്ടിട്ട് ഞങ്ങൾ വന്നതാണ് അല്ലേ, കുളിക്കല്ല. ഓക്കെ ഗൈസ്. ഓക്കെ ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ ഉണ്ട് കേട്ടോ, ടിക്കറ്റ് കൗണ്ടർ പോലെ. പക്ഷേ ടിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് പോവാം. ഇവിടെ ലയൻഡർ നദിയിലൂടെ പോവാം. ജസ്റ്റ് പോയി ആ റൈഡ് ചെയ്യല്ലേ. വാ മച്ചാ, നമ്മുടെ ആരുണ്ടോ? അപ്പോൾ ഓക്കെ നമ്മളിത് മരണക്കിണറിൻ്റെ ചില പ്രോഗ്രാമൊക്കെ ഉണ്ടാവില്ല, അവിടെ ചില പരിപാടി ചില ഇങ്ങനെ ഇതുപോലത്തെ റൈഡൊക്കെ ഉണ്ടോ, അന്ന് കയറിയതാണ്. അല്ലാണ്ട് വേറെ ഒന്നും കയറിയിട്ടില്ല. പഞ്ചാബിൽ തന്നെ ഇതുപോലത്തെ ഒരു സാധനം കയറിയുണ്ടോ. എന്തായാലും നമ്മൾ ആളെ കിട്ടിയാലാണല്ലോ ഇത് തുടങ്ങുള്ളൂ. ഓക്കെ താങ്ക് യു. അപ്പം എന്തായാലും ഇതിൽ കയറാം. ഈ ഒരു ഫീലിംഗ് ആകെ വണ്ടർലയിൽ ഇവിടെ ത്രില്ലായിട്ട് കിടിലാട്ടോ. ഒരു വച്ചാൽ താഴുണ്ട് കേട്ടോ. ഇത് നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട് കേട്ടോ, കാരണം പെട്ടെന്നും ചെറിയ കുട്ടികളെ താഴേക്ക് പോകില്ല. മറ്റേ ചില വണ്ടർലയിലൊക്കെ തെറിച്ച് പോകട്ടോ. ഇവിടെ ആ പ്രശ്നമൊന്നുമില്ല. നെക്സ്റ്റ് നമ്മളെ പരിപാടി എന്താ പറയുക, ഒരു കിട്ടിയില്ല സാധനം ഉണ്ട് കേട്ടോ. ഞാൻ ഇന്നേ വരെ ഇത് സാധനം കണ്ടിട്ടില്ല. ഒരു ഊഞ്ഞാൽ പോലെ കെട്ടിയൊക്കെയാണ്, എന്നിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നല്ല കിട്ടില്ലം പോലെ കറക്കണ ഒരു സീൻ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കത് ചെയ്ത് നോക്കാം. നമ്മുടെ മച്ചന്മാരവിടെ ക്യൂ നിൽക്കുന്നുണ്ട്, ജസ്റ്റ് നോക്കട്ടോ. ഓക്കെ പൊളിയല്ലേ? എല്ലാവരും എക്സൈറ്റ്മെൻറ്റിലാട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിവിടെ ക്യൂ നിൽക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടിക്കറ്റ് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ആൾറെഡി ഇങ്ങോട്ട് എൻ്റർ ആവുന്ന സമയത്ത് നമ്മൾ ടിക്കറ്റ് എടുത്തില്ലേ, അത് മതി. ഓക്കെ
ജസ്റ്റ് അതിൽ കയറിയിട്ട് കാണട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇവിടെ എല്ലായിടത്തും ഉണ്ട് നല്ല നല്ല റൈഡിനൊക്കെ നന്നായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അതൊരു സീനാണ്. നെക്സ്റ്റ് നമ്മൾ കയറാൻ പോകുന്നത് ഇതാണ് കേട്ടോ, സ്വിങ് ചെയർ എന്ന് പറയും. എന്തായാലും അടിപൊളിയാണ്, നല്ല വൈബാട്ടോ. അതിൽ റൈഡ് ചെയ്യുന്ന ആളുകളെ ഫേസ് ഒക്കെ കണ്ടറിയാം. അപ്പോൾ ഞങ്ങളെന്തായാലും ഇവിടെ ഇതൊക്കെ കിട്ടില്ല പോലെ കറങ്ങുന്നുണ്ടോ, അടിപൊളിയാണ്. ഇവിടെ ലോക്ക് ചെയ്തിരിക്കുകയാണ്, കാരണം അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഡേഞ്ചറാണ്. അത് ഒന്ന് കാലായിട്ട് പോകണ്ടല്ലോ. ഓക്കെ, കിട്ടില്ലനായിട്ട് പോകുന്നുണ്ടോ സാരി. ഓക്കെ, നെക്സ്റ്റ് എന്തായാലും നമുക്ക് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. എല്ലാവരും മുഖം നോക്കി കഴിച്ച് ഇവിടുന്ന് ആകെ കിളി പോയ പോലെ കേട്ടോ. ഓക്കെ, എന്തായാലും നോക്കാം. ക്യാമറ ക്യാമറ കയ്യിൽ നിന്ന് പോകാൻ മതിട്ടോ. ഓ, അപ്പോൾ എന്തായാലും എന്താ നമ്മളെ അടുത്ത നമ്മുടെ ഊയാണ്. അപ്പോൾ നന്നായിട്ടൊന്നേ പരീക്ഷ നോക്കാം. 1 minute I want a seat. ചെക്കന്മാർ നമുക്ക് നല്ലൊരു ഇതിവിടെ ലോക്കാക്കി കഴിഞ്ഞാൽ തെറിക്കൂല എന്നാണ് പറഞ്ഞത്. തെറിക്കുവാണെങ്കിൽ നമുക്ക് കാണാം. നമുക്ക് വലിയൊരു മെഷീനാണ് കേട്ടോ. നോക്കാം, ഇനി ഇവിടെയൊക്കെ ആളുകൾ ഫില്ലാവാണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്ത് എന്തായാലും ഓണായിക്കുണ്ടോ ഈ ഒരു സാധനം. ആർ യു റെഡി ഗൈസ്? പോല ആർ യു റെഡി ടു ഫ്ലൈ? നല്ല ഗ്രൗണ്ട് സപ്പോർട്ട് നല്ല ഗൈസ്. ഇതെന്താ പോത്ത് ഗൈസ്. ഇവിടെ എന്തോ പ്ലെയിന് സ്റ്റാർട്ടാക്കി ഉണ്ടാവില്ല ഒരു ഒച്ച, അതേപോലെ കേട്ടോ. ഓ, കറങ്ങാൻ തുടങ്ങി. ഓ, കറങ്ങിട്ടോ. പൊളി 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 പൊളി. കിടില്ല കറക്കാട്ടോ. പൊളി പൊളി പൊള്ളി വൈബാണ്ട് ഗൈസ്. പൊളിയുണ്ടോ? നോക്ക, നന്നായിട്ട് തല വേറെ എടുക്കുന്നുണ്ട് കേട്ടോ. കിട്ടില്ല. എന്തായാലും നല്ല കിട്ടില്ല ഫീലിംഗ് കേട്ടോ. കിട്ടില്ല, അടിപൊളി ഗൈസ്. കാരണം മറ്റേ ഏന്തുറിഞ്ഞാലും ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. കാരണം പക്ഷേ ഹെഡേക്ക് ഉണ്ട് കേട്ടോ, നന്നായിട്ട് ഹെഡേക്ക് ഉണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്യണേ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതെന്തായാലും കഴിഞ്ഞിട്ടോ. ഇത് ആകെ 2 മിനിറ്റ് ഉള്ളൂ, അത്ര തന്നെ. ഇനിയിപ്പോൾ എന്തായാലും ഇത് ഇറങ്ങിയിട്ട് വേറെ ഇത് റൈഡ് നോക്കാം. നന്നായിട്ട് വോമിറ്റിങ് വരുന്നുണ്ട്, ഛർദ്ദിക്കാൻ വരുന്ന പോലെ. ഡോണ്ട് വറി, എന്തായാലും താഴെ ഇറങ്ങാം. ത്രില്ലാണ് ഇവിടെ, നന്നായിട്ട് പണി കിട്ടും കേട്ടോ. ചിലവരൊക്കെ ഛർദ്ദിക്കും, അങ്ങനൊരു സീനുണ്ട്. ഓക്കെ, ഇറങ്ങിയിട്ട് കാണാം നെക്സ്റ്റ് റൈഡ്. നമ്മളെ റൈഡ് ആയിട്ടാ അറിയോ, ഞാൻ കാണിച്ചത് നല്ല കിട്ടില്ല റൈഡ് കേട്ടോ. അല്ല ഷോപ്പായോ, നല്ല ഫാസ്റ്റിൽ പോട്ടെ. ഇതിങ്ങനെ കിടന്ന് റൊട്ടേറ്റ് ചെയ്താണ്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ പോവും. ഒരു ട്രെയിൻ പോലെയാണ്. ഞങ്ങളെന്തായാലും ഇവിടെ സ്റ്റിൽ വെയിറ്റിംഗ് ആട്ടോ. എല്ലാവരും കൂടി ഒന്നിൽ കയറാൻ വെച്ചിട്ടാണ്. പിന്നെ സ്ഥലമൊക്കെ ഉണ്ട്, പക്ഷേ സെപ്പറേറ്റ് ആയി പോകേണ്ടി വരും, അതുകൊണ്ടുണ്ടോ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഇത് നമുക്ക് നോക്കാം. നേരത്തെ കയറി സാധനം അതോട്ടെ കിടന്ന് വട്ടം കറക്കണുണ്ടല്ലോ അവിടെ. അതുകൊണ്ട് അത് നല്ല ഫാസ്റ്റ് പോകണം കേട്ടോ. അത് നമുക്ക് ഇനി എക്സ്പീരിയൻസ് എന്താ വെച്ചാൽ അവിടെ നിന്ന് നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ് നോക്കാം. ഓക്കെ, പൊളിക്കും. കഴിഞ്ഞോ? ഓക്കെയാ, കഴിഞ്ഞിട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കയറാം, ടെസ്റ്റ് ചെയ്യാം. നത്തിങ് ഈസ് റിയാലിറ്റി ടിൽ ഇറ്റ് ഈസ് എക്സ്പീരിയൻസ്ഡ്. ഓക്കെ, നോക്കാം. നമ്മളെന്തായാലും പോകണ ഏത് റൈഡിലുള്ളൊരു സംഗതി കേട്ടോ. സീറ്റ് ബെൽറ്റ് അത് ഇട്ടിട്ടില്ലെങ്കിൽ താഴെ കാണും. ഏതായാലും ഞാനതൊക്കെ ഒന്ന് ഇട്ട് സെക്യൂർ ആക്കട്ടെ കേട്ടോ. ഇതാണ് പോകുന്ന റെയില്. ഇതിലൂടെ ഇങ്ങനെ കറക്കി കൊണ്ടുപോകും. ആകെ 2 മിനിറ്റ് എങ്ങാനേ ഉള്ളൂ, അത് വളരെ കുറവല്ലേ. ഇതാണ് 2 മിനിറ്റ്. നോക്കാം നമുക്ക്. നമ്മുടെ കൂടെ നിജാംബ്രോ ഉണ്ട്, കേൾക്കാം. ആ, നമ്മളാട്ടെ മുന്നേ തന്നെ അല്ലേ. അടിപൊളി, പോയി നോക്കാം. എക്സ്പീരിയൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്യാം. അയ്യോ, എന്തിനു തുടങ്ങി കഴിഞ്ഞാൽ യോ അടിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ആര് റെഡി? ഇതാണ്ടോ കറങ്ങണേ. അവരോട് ചോദിച്ചപ്പോൾ കേരളമൊക്കെ പോകുന്നതാണ് പറഞ്ഞത്. 200 എന്നോടത് സ്പീഡില്ല, കയറ്റം കയറണില്ല കേട്ടോ.
ഇവിടുത്തെ ഒരു ടയർ വെച്ചാണ് വലിയ വൈബില്ല, ഒരു ഫീലിംഗ് ഇല്ല, വികാരമില്ലടാ റൈഡിന്. റൈഡിങ് പോരാ, വികാരം കിട്ടില്ല. ആ ഇങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ആ താഴത്തേക്ക് വീണൊക്കെ കിട്ടും. ഇതുണ്ടല്ലേ സ്പീഡ് സ്പീഡ്. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു റൗണ്ടിൽ കൂടി ഉള്ളട്ടാ. ഈ കയറ്റി കയറില്ല കേട്ടോ. ഇനി ഒരു പോക്കും കൂടി ഉണ്ട്, അതോടെ കഴിഞ്ഞു. ആകെ 2 റൗണ്ട്. അതിൽ ഇവിടെ നിന്നാണ് ഈ ഇറങ്ങുമ്പോഴല്ല, ഈ ഒരു ഇറങ്ങുമ്പോൾ ഒരു സ്പീഡ് ഉണ്ട്, അത്ര തന്നെ ഉള്ളു കേട്ടോ. പോരട്ടോ, എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട് ഈ ഒരു സാധനം, പിന്നെ അതും. പിന്നെ ഇവിടെ ഒരു സാധനം വരുന്നുണ്ട്, ഒരു ഇൻസ്ട്രുമെൻ്റ്, അത് നോക്കാം എങ്ങനെയാണെന്ന് അറിയില്ല. ഇനി ഇവിടുന്ന് സ്പീഡാണ്. വൈബ് വൈബ്. അടുത്ത നമ്മളെ പരിപാടി എന്താ അറിയോ, നമ്മൾ കയറാൻ പോകുന്ന റൈഡ് ഇതാണ്. ഇത് കണ്ടോ സംഭവം, ഇത് മൊത്തത്തിലും റൊട്ടേറ്റ് ആവുന്നുണ്ട്, അതിൻ്റെ മുകൾ ഭാഗം റൊട്ടേറ്റ് ആവുന്നുണ്ട്. വേറെ തന്നെ ഫീലിംഗ് ആവും. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് എന്തായാലും ഹെഡേക്ക് വരും കേട്ടോ, ഉറപ്പാണ്, നോ ഡൗട്ട്. എന്തായാലും തല ചുറ്റും, ചിലപ്പോൾ വൊമിറ്റിങ് വരാൻ സാധ്യത ഉണ്ട്, അറിയില്ല. ഓരോരുത്തരും കണ്ണൊക്കെ കൂട്ടി ആർക്കിട് കഴിച്ചു. അപ്പോൾ എന്തായാലും കയറി നോക്കട്ടോ. ഞങ്ങളെന്തായാലും കുറച്ച് ആളുകൾ ഇവിടെ വെയിറ്റിംഗ് ആണ്. ഓക്കെ, കയറിയിട്ട് കാണാം. ഇപ്പം നെക്സ്റ്റ് റൈഡാട്ടോ. അതെ ഞാൻ നേരത്തെ കാണിച്ചെന്നില്ല, അതേ ഒരു ഫീലിംഗ് തന്നെ കിട്ടും നമുക്ക്. ഇല്ല നോക്കാം. സീറ്റ് ബെൽറ്റ് ഇട്ടോ, സീറ്റ് ബെൽറ്റ് ഇട്ട് ഞാൻ ഇവിടെ പൊക്കിട്ടാ പോലീസ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഇടുക കേട്ടോ. VIP-കൾക്ക് ഒരാഴ്ച വരുന്നതാണ് നല്ലത്. ഓക്കെ ഓക്കെ, അവിടെ സീറ്റ് ബെൽറ്റ് ഇടുന്നുണ്ട്. ഇനി കറങ്ങുമ്പോൾ കാണാം, നല്ല ഫീലിംഗ് ആണ് അല്ലേ. കറങ്ങുമ്പോൾ ഇത് നേരത്തെ അവിടെ എൻ്റെ മുഖം കണ്ടാൽ മതിന്, മറ്റേ ആ സാധനല്ലേ അവിടെ കറങ്ങണേ. അയ്യമ്മ ഇരുന്ന് കറങ്ങുമ്പോൾ എൻ്റെ മുഖം ഉണ്ടോ, മറ്റേ വേറെ എന്തോ വായിക്കും കേട്ടോ. ഞാൻ കാണിച്ചരാ. എല്ലാവർക്കും പണി, ഏത് ഫീൽഡിലാണ് ആരും വിടാനൊന്നും അറിയില്ല. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വരില്ലേ, ഒന്ന് ചുറ്റി ഇങ്ങനെ നോക്കണ്ട, ആരെയും മൂത്രം ഒഴിച്ചുകൂടോ ഛർദ്ദിച്ചുകൂടോ എന്നല്ലേ. അപ്പോൾ ടേക്ക് അത് നിസാമിന്റെ ഇതിൽ നോക്കേണ്ടി വരും. ഇത് കഴിഞ്ഞിട്ട് നോക്കാം ആരാണ് മൂത്രയിക്കണേ, ആർക്കാണ് കൂടുതൽ പേടിയത്. ഓക്കെ അല്ല, സ്റ്റാർട്ട് ഗായ്സ്. സ്റ്റാർട്ടിങ് ഇല്ല, വെയിറ്റിംഗ് ഉണ്ട്. കണ്ടില്ല അവിടെ ആളുകൾ ഫില്ലപ്പ് ചെയ്യണം, എന്നിട്ട് സ്റ്റാർട്ടാക്കാം. ഇത് മറ്റേ KSRTC സ്റ്റാർട്ടിങ് കേട്ടോ. നല്ല പച്ചപ്പാടൊക്കെ ഉണ്ട്, പുക വിടുന്നുണ്ടല്ലോ അടി കൂടെ ഗൈസ്. ഓക്കെ, ഇതിലാണ്ടോ ഇതിങ്ങനെ ജസ്റ്റ് ആട്ടിലുള്ളൂ, തൊട്ടിലി ആട്ടൂലേ അതേപോലെ. പിന്നെ മൊത്തത്തിൽ ഈ സാധനം ഒന്ന് കറങ്ങണമുണ്ട്, അത്രയാണ്. ഫസ്റ്റ് ഇങ്ങനെ കിടന്നൊന്ന് ആട്ടും. ഇതെന്തായാലും ഹെഡേക്കും നല്ല കിഡിലും പണി തരും കേട്ടോ. ഞാനിപ്പോൾ ഒന്നാമത് പണി കിട്ടാൻ കാരണം ഈ നോക്കിയിട്ട് ഷൂട്ട് ചെയ്തിട്ടാണ്. ഭയങ്കരമായിട്ട് താന വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഒരു വൈബിന് കിടന്ന് ഇങ്ങനെ ആട്ടണേ. തിങ്കളാക്കടി മൂത്രയിച്ച് കായ് ഇതൊന്നും വലിയ ഫീലിംഗ് ഒന്നും ഇല്ല കേട്ടോ. കുറച്ചൊക്കെ ഒരു ഫീലിംഗ് ഉണ്ട്, കുറച്ച് ഫീലിംഗ്. നോക്കി ഇത് കണ്ടിട്ട് പറയും. എന്റെ മുഖം ചോന്നിക്കണേ. അത് കാറ്റത്ത് വല്ലാത്ത ഫീലിംഗ് ഒന്നും ഇല്ല കേട്ടോ. തല കറങ്ങണ ഒരു പ്രശ്നമുണ്ട്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ കഴിഞ്ഞോട്ടോ. മതി, തല കറങ്ങി ഇപ്പോൾ ഛർദിക്കും. അടുത്ത റൈഡ് കാണാം ഗൈസ്. ഓക്കെ ഇറങ്ങിയിട്ടാണ്. ഈ വണ്ടർല ഇങ്ങനെ മൊത്തത്തിൽ പരന്ന് കിടക്കാം കേട്ടോ. ഓരോ റൈഡും വ്യത്യസ്ത സ്ഥലത്താണുള്ളത്. അപ്പോൾ ഇപ്പം എന്താ പരിപാടി വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് എന്താ അങ്ങനെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് സ്നാക്സ് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഷോപ്പ് തപ്പി ഇറങ്ങിയതാണ്. ഇങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ റൈഡ്. പിന്നെ അവിടെ നല്ല രസകരമായ സംഗതി ഉണ്ട്. ബോട്ടിംഗ് ഉണ്ട്, വെള്ളത്തിലുള്ള ഇതാണ്.
പിന്നെ വാട്ടർ പാർക്ക് ഇവിടെ നിന്ന് കണ്ടിട്ടില്ല കേട്ടോ. സംഗതി ഉണ്ടാവണമല്ലോ, വണ്ടർലല്ലേ, അപ്പോൾ എന്തായാലും ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓരോക്കെ ഇവിടെ പഞ്ചാബികളുടെ ഒരു ട്രഡീഷണലാണ് ഈ ഒരു സാധനം, ട്രാക്ടർ. എവിടെ പോയല്ല, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവയിൽ പോയ സമയത്തൊക്കെ ഉണ്ട് അവിടെ ഒരു ഡെമ്മി ആയിട്ടൊരു ട്രാക്ടർ വെച്ചാണ്. ഇതൊക്കെ കുട്ടികളെ പാർക്ക് കേട്ടോ, ചെറുതായിട്ട്. ഇതാണ് റെസ്റ്റോറൻറ്റ്, അല്ല ഓപ്പൺ ആയിട്ട് കിടക്കുന്ന റെസ്റ്റോറൻ്റാണ്. കിഡിലും വ്യൂ ആണല്ലോ, അടിപൊളി കേട്ടോ. എന്തായാലും ഉള്ളിലേക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് ഇവിടെ കിട്ടുന്നില്ലേ നോക്കാം. ഓക്കെ, ഇതൊരു ബൊഫേ സിസ്റ്റം മോഡൽ കേട്ടോ. വേണ്ടില്ലേ, ഇവിടെ നിന്നിട്ട് ഫുഡ് കഴിക്കാം. അത് ടിക്കറ്റിൽ ഇൻക്ലൂഡ് അല്ല എന്നാണ് മച്ചാൻ പറയണേ. നിസാമാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണേ. ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള പൊളിയല്ല, നല്ല അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാൻ കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മളെ കേരളത്തിലത്തെ വണ്ടർലല്ലേ, അവിടെ പോയിട്ടില്ല. അപ്പോൾ ഇത് പഞ്ചാബിലെ ജലന്ധറിലുള്ള വണ്ടർലാണ്. ഇതിൻ്റെ ഉൾഭാഗം ജസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ചില റൈഡൊക്കെ പോവാം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതും ഓക്കെ, അടിപൊളി ലൊക്കേഷനല്ലേ, ഇരിക്കാൻ പറ്റാനുള്ള ഇടിക്കാച്ചി സ്ഥലങ്ങളാണ് കേട്ടോ. ഇവർ ഫ്ലവറായിട്ട് കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാണ്. ഓക്കെ, ഫ്ലവർ ചെടിച്ചട്ടി തൂക്കിയിട്ടൊക്കെയാണ്, അടിപൊളി. എന്തായാലും ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് കേട്ടോ. ഉള്ളിൽ നിന്ന് തന്നെ ബൊഫേ മോഡലിൽ അവർ തരും, എന്നിട്ട് ഫുഡ് കഴിക്കാം. അങ്ങനെ നെക്സ്റ്റ് പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ചെറിയൊരു ബോട്ടിങ് ചെയ്യാൻ പോകട്ടോ. അവിടെ ഒരു ചെറിയ തടാകം പോലെ കെട്ടിയിരുത്തിയിട്ട് വെള്ളം ഉണ്ട്, പിന്നെ അവിടെ ബോട്ടിങ്ങും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നെക്സ്റ്റ് പരിപാടി അല്ലേ. ഓക്കെ, പിന്നെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് എന്താ വെച്ചാൽ നേരത്തെ ഞാൻ കാണിച്ചെന്നില്ലേ, അവിടെ ഞാൻ പറഞ്ഞതിൽ ചെറിയ തിരുത്തുണ്ട്. നമുക്ക് ടിക്കറ്റിൽ തന്നെ ഇൻക്ലൂഡായിട്ട് ഫുഡ് കിട്ടും. അത് ഏകദേശം ഒരു ഉച്ചക്ക് കഴിഞ്ഞതിന് ശേഷം പോയിട്ട് അവസാനം ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് പോകാമെന്നുള്ള പ്ലാനൊക്കെയാണ് ഇപ്പോൾ എത്തിയത് കേട്ടോ. അപ്പോൾ അതാണ് നല്ലത്. അപ്പോൾ നമ്മളെന്തായാലും അടുത്ത ലൊക്കേഷനിലെത്തി. ഇതാണ് ആ ലൊക്കേഷൻ. എന്തായാലും കിഡിലാണ് കേട്ടോ, നല്ലൊരു വൈബ് ഉണ്ട് ഇവിടെ. ഇങ്ങനെ ചെറുങ്ങനെ അത് ആ ഒരു അറ്റം വരെ ഉണ്ട് ആ ലേക്ക്, ഇങ്ങനെ ഷെയറായിട്ട് കിടക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു വ്യൂ കാണിച്ചു തരാം ഇവിടുന്ന്. ഇതുണ്ടല്ലേ, ചെറിയ രണ്ടാൾ പോകാൻ പറ്റുന്ന കോലത്തിലുള്ള ബോട്ടാണ് അല്ലേ. ഇവിടുന്ന് കയറും, എന്നിട്ട് കയറിയിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി വരും. അതാണ് നമ്മൾ നേരെ അടിപൊളിയുണ്ട്. വേറെ വൈബ് എന്താ വെച്ചാൽ എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ ഇതുപോലത്തെ ഫാന്. നമ്മൾ ചില റൈഡ് അതുപോലത്തെ റൈഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വേർത്ത് കുളിക്കും. അപ്പോൾ ഇതുപോലത്തെ ഫാനിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ ഭയങ്കര റിലാക്സേഷനാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ബോട്ടിങ്. ഇവിടെ ഭയങ്കര ലൈനാണുള്ള കാര്യം, ഫുള്ള് ലൈനാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉള്ളിൽ കയറാം. ഓക്കെ, നമ്മളെന്തായാലും കയറാൻ പോട്ടോ. ഇതിലാണ് കയറണേ. ഇതിൽ ശരിക്കും പറഞ്ഞാൽ രണ്ടാൾക്കാണ് റൈഡ് ചെയ്യാൻ പറ്റുക. നമ്മളെന്തായാലും കയറാം. ഇവരിത് വെച്ചിട്ട് നമ്മളതിനുള്ളിൽ കാക്കട്ടോ. എൻ്റെ കത്തോളി അടിപൊളിയാണ് കേട്ടോ. ഇത് നമ്മളെ പൂക്കോട്ട് തടാകത്തിലൊക്കെ അല്ലേ ഈ സാധനം. നല്ല കിടിലം വ്യൂ കേട്ടോ. നല്ല ചവിട്ട് തുടങ്ങിയാ ഇതുണ്ടല്ലേ, അടിപൊളി വൈബ് കേട്ടോ, കിടിലൻ. അവിടെ എങ്ങട്ടുള്ള പോണ് കൈ ഇത് ഓക്കെ കൈ നേരെ കൊണ്ടുപോയത് സൈഡേക്കാ. ഇത് ചവിട്ടലല്ലേ, എൻ്റെ ഷൂ ഇതിന് ആപ്റ്റ് ആവണില്ല. അങ്ങനെ സൈഡ് രണ്ട് തട്ട് അല്ല. കുറേ ആളുകൾ അവിടെയൊക്കെ റൈഡ് ചെയ്യണ്ടേ. ഇല്ലാണ്ടോ വെള്ളം നല്ല കലക്ക് വെള്ളമാണ്, വെള്ളം മാറ്റില്ല. അവിടെ ചെറിയൊരു വാട്ടർഫാൾ ഉണ്ട്, അടിപൊളി പുഴയാണ് കേട്ടോ, സംഭവം കിട്ടിക്കാച്ചി. അങ്ങനെ ഞങ്ങൾ ടൈറ്റാനിക് ഇതാ ഞങ്ങളിവിടെ സൈഡാക്കുകയാണ്. നല്ലൊരു വാട്ടർഫാൾ. ഓ ഗൈസ്, അതിൻ്റെ ഇടയിൽ കൂടെ നല്ല കിട്ടില്ല ട്രെയിൻ അതാ പോണേ. ഓ ഫെൻറ്റാസ്റ്റിക്, അടിപൊളി വ്യൂ ആയില്ല. ഇത് നോക്കിയേ, നമ്മളിവിടെ നിർത്തിയത് ട്രെയിൻ പോയി കഴിഞ്ഞപ്പോഴല്ലേ നല്ല കിട്ടില്ല വ്യൂസ്. ഓക്കെ, നല്ല കാഴ്ചകളുണ്ടോ. അവിടെ നിന്ന് ചെറിയൊരു വാട്ടർഫാൾ ഉണ്ട്. പോട്ടെ നേരെ പോല പോട്ട്. രണ്ടാൾക്ക് തൊഴാൻ പറ്റിയതുണ്ട്, നാലാൾക്കുള്ളുണ്ട്. ഈ കാണാൻ നാലാളുള്ള കേട്ടോ, നമ്മളിതിൽ രണ്ടാളുള്ളൂ. ഓക്കെ, ഇതാണ് മൊത്തത്തിൽ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതൊരു ആർട്ടിഫിഷ്യൽ ലൈക്കാണ്. ഇവിടെ മൊത്തത്തിൽ ആർട്ടിഫിഷ്യലാണ് കേട്ടോ ശരിക്കും. ഈ പഞ്ചാബിൽ അത്രയും തോട് പിന്നെ കുളം അങ്ങനെയല്ല സംഭവം. പേരിൽ പഞ്ചാബ് എന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റില്ല. അങ്ങനത്തെ ഓരോ ആറുകളും തോട് അങ്ങനൊന്നും കാണാൻ പറ്റില്ല. ജസ്റ്റ് എന്തായാലും കരക്കടിപ്പിക്കല്ല ജുനീനെ. ഈ കരക്കല്ലടാ ഔടാ. ഞാനല്ല ഡ്രൈവ് ചെയ്യണ, വെറുതല്ല ഓരോ സ്ഥലത്തേക്ക് പോണേ. അപ്പം നമ്മൾ ഇനി അടുത്തൊരു വേറെ റൈഡ് കാണട്ടോ. നമ്മൾ ഒരു 100 പോയിട്ടേ അവിടെ അടുപ്പിക്കട്ടെ.